എന്നും ഈ ചമ്മന്തിയും ദോശയൊക്കെ കഴിച്ചിട്ട് മുടുത്ത് തന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പൊന്നു വീട്ടുകാരെ മുടിപ്പിച്ചിട്ടേ പോൾ അടുത്ത തൈര് തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ പോട്ടിട്ട് ഗൈസ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ചിലർക്കൊന്നും അറിയത്തില്ല ഞാൻ ഏത് നാട്ടുകാരിയാണെന്നുള്ള കാര്യം. കോഴിക്കോടാണോ അതോ തിരുവനന്തപുരത്താണോ എന്നാണ് ഇങ്ങനെ കൺഫ്യൂഷൻസ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറയാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ നാട് വന്നിട്ട് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പം ഞാൻ പഠിക്കുന്നതാണ് കോഴിക്കോട്. അപ്പം ഞാൻ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം എനിക്ക് ഇന്നലെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച 3-ാം തീയതി. അപ്പോൾ ഈ വീഡിയോ ഇനി എപ്പോൾ പുറത്തു വരുമെന്ന് എനിക്കറിയത്തില്ല. 3-ാം തീയതി കഴിഞ്ഞായിരുന്നു ഫസ്റ്റ് സെം. അപ്പം ഞങ്ങൾക്ക് ഇനി ഇലക്ഷൻ കഴിയുന്ന വരെ 12-ാം തീയതി വരെ ഞങ്ങൾക്ക് ലീവ് തന്നേക്കാണ് കോളേജ്. എനിക്കൊരു കോൾ വന്നായിരുന്നു. ഓക്കെ, അപ്പം 12-ാം തീയതി വരെ കോളേജ് ലീവ് വന്നിരിക്കുകയാണ്. പക്ഷേ മൺഡേ ഓൺവേർഡ്സ് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതായത് മൺഡേ മുതൽ ഞങ്ങൾക്ക് സെക്കൻഡ് സെം, ഫസ്റ്റ് സെം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മൺഡേ മുതൽ ഞാൻ സെക്കൻഡ് സെമ്മിൻ്റെ കുട്ടിയാണ് ഗൈസ്. ഓഫ്ലൈൻ ക്ലാസ് 12-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും, അതുവരെ ഓൺലൈൻ ക്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം വരെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. കാര്യം അനിയത്തിക്ക് അതിന് മുന്നേ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങുന്നത് കാരണത്താൽ എനിക്ക് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ തിരിച്ചു പോകും. ചിലപ്പോൾ 2025 ചിലപ്പോൾ അവസാനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കാം മേ ബി. ഇനി എനിക്ക് അവിടുത്തെ PG ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾക്ക് യെസ്, അപ്പോൾ അത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ 2025 കുറച്ച് കാര്യങ്ങൾ 26 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം യൂട്യൂബിന് വേണ്ടിയിട്ട്. കുറച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം മുതലേ കാണുന്നവർക്ക് ഈ ഒരു കോഴിയുടെ ഒച്ചപ്പാടൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ കോഴിക്കോട് പോയ ശേഷം കാണുന്നവർക്ക് ഇതുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും ഈ കോഴിയുടെ ഒച്ച, തവളയുടെ ഒച്ച, ഈ ഫാനിൻ്റെ ഒച്ച ഒക്കെ ക്ലിയർ ആയിട്ട് അറിയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഒന്നുകൂടി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എൻ്റെ കോൾ നോക്കണ്ട, ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇൻട്രോ എടുത്തത് അതിന് മുന്നെയായിരുന്നു ഗൈസ്. കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നിന്ന് ആണ് ഇപ്പോൾ ഈ വർത്താനം പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെയാണ്. അപ്പം ഞാൻ ഇനി താഴെ ഡാഡി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഗൈസ്, അങ്ങനെ പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഒന്ന് റെഡിയായിട്ട് ഇപ്പോൾ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എൻ്റെ വീടും എൻ്റെ ചുറ്റുവട്ടവും എൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഫുഡ് കഴിക്കട്ടെ. എന്നാൽ രാത്രി ഞാനൊരു ബിരിയാണി കഴിച്ചതാണ് 8 മണിക്ക്. പിന്നെ ഇന്ന് വരുന്ന വഴിക്കൊരു ചായ കുടിച്ചു. അല്ലാണ്ട് വേറെ ഞാൻ കഴിച്ചില്ല. പോയി കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. അപ്പോൾ മമ്മി ഇവിടെ ഇല്ല ഗൈസ്, മമ്മി സ്കൂളിൽ പോയി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കിച്ചണിലാണ്. ഇവിടെ എന്തിനായിരിക്കും വന്നത്? ഫുഡ് കഴിക്കാൻ. നമുക്കത് പ്ലേറ്റ് എടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സ്കൂളിൽ ലേലം നടക്കാൻ. അപ്പുറത്തൊരു സ്കൂളുണ്ട്, അതും കാണിച്ചു കേട്ടോ. അവിടെ ലേലം നടക്കുകയാണ്, ലേലം വിളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒച്ചപ്പാടും ബഹളവും ഉണ്ട്. പിന്നെ കോഴി കൊക്കരൊക്കെ. അപ്പോൾ ആ സൗണ്ട് പ്രശ്നമാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഗായ്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, അപ്പം കിച്ചൺ നമുക്ക് വെള്ളം കുടിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നിന്നപ്പോഴേക്കും മമ്മി ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഗ്ലാസ് വെക്കുന്നതെന്ന് ചില ഡൗട്ട് ഉണ്ടായിരുന്നു. കിട്ടി, വെള്ളം എടുക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കിത് കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തിക്കറിയും ദോശയുമാണ്. പണ്ടൊക്കെ നിൽക്കുമ്പോഴേക്കും സത്യമായിട്ട് പറയാമല്ലോ, എന്നും ഈ ചമ്മന്തിയും ദോശയും കഴിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നപ്പോൾ ഈ ചമ്മന്തിയും ദോശയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സംഭവമാണ് ശരിക്കും. ഞാനൊന്ന് കഴിക്കട്ടെ, ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ശരി, കഴിച്ചിട്ടുണ്ട് കേട്ടോ. കോഴി കൊക്കനിട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മുട്ട ഉണ്ടാക്കാം, ഓഫ്കോഴ്സ് കാണും. ഫ്രിഡ്ജ് ഇറങ്ങട്ടെ. യെസ് ഉണ്ട് ഗൈസ്,
മുട്ടയുണ്ട. 2 മുട്ട എടുത്തിട്ട് ഓംബ്ലേറ്റ് അടിക്കണോ അതോ ബുൾസി അടിക്കണോ? ഓംബ്ലേറ്റ് അടിക്കല്ലേ, അല്ല ബുൾസി അടിക്കാം. അങ്ങനെ എനിക്ക് 2 മുട്ട എടുക്കാൻ ഇഷ്ടമല്ലാത്തത് ഞാൻ 3 മുട്ട എടുത്തു. എന്തായാലും ഇതൊക്കെ ഇവിടെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പൊന്നു വീട്ടുകാരെ മുടിപ്പിച്ചിട്ടേ പോള്. എൻ്റെ വീട് എന്ത് വേണമാവാം, എന്ത് വേണം ചെയ്യാം. ഞാനെടുത്തു കഴുകി ഞാനൊന്ന് ബുൾസി അടിക്കാൻ ഫൈനൽ ഞാൻ തീരുമാനിച്ചു. ഓംബ്ലേറ്റ് എടുക്കണമെങ്കിൽ ഭയങ്കര ഗ്ലാസ് എടുക്കണം, സ്പൂൺ എടുക്കണം. ഓ ടാസ്കാണ്. അപ്പോൾ നമ്മൾ പണി ചെയ്യാണ്ടെങ്കിൽ എളുപ്പത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റും എന്നതാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകും. ഞാൻ വിചാരിച്ചു ബുൾസി അടിക്കാം. ഇത് പ്രത്യേകിച്ച് പണിയൊന്നും വേണം. പൊട്ടിക്കുക, അങ്ങ് ഒഴിക്കുക. മുട്ട പൊട്ടാതെ, അതായത് ആ മഞ്ഞ കളർ സംഭവമല്ലേ അത് പൊട്ടാതെ നോക്കണം. അത്ര വലിയ ടാസ്കൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ വലിയ ബിസിയാണ്. ഞാൻ പോയി ബുൾസി ഉണ്ടാക്കിയിട്ട് വരാം. ഗായ്സ്, നമ്മുടെ ബുൾസി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെപ്പർ പൗഡറൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചു വയ്ക്കണം. എൻ്റെ മാതാജി വന്നിട്ട് അടുത്ത ട്രെയിനിൽ തന്നെ എന്നെ കയറ്റി വിടും. പോക്കോ പോക്കോ പോക്കോ, കോഴിക്കോട് പോ, നിൽക്കണ്ട നീ ഭയങ്കര ഉപദ്രവമാണ്. അടുത്ത ട്രെയിനിൽ തന്നെ ഈ കോഴിക്കോട് ഒരു ശല്യമാണ്. അടുത്ത ട്രെയിനിൽ തന്നെ എന്നെ അങ്ങ് പറഞ്ഞു വിടും. അപ്പം ഞാനീ ബുൾസിയൊക്കെ കൂട്ടി നമ്മുടെ സമറിലല്ല ചമ്മന്തിയും ദോശയൊക്കെ കഴിച്ചിട്ട് തരാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ കാണാനുണ്ട് ഗൈസ്, നമുക്ക് ഒരുമിച്ച് കാണാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഡാഡിയെ കാണുന്നില്ല. ഡാഡിയെ കുറേ നേരം കൂടെ തപ്പുക. അവിടെ പോയെന്ന് അറിയില്ല. വിളിച്ചു നോക്കാം. ബാക്ക് ഡോർ അടയ്ക്കാം. നോക്കാം ഫ്രണ്ടിൽ കൂടെ ഓക്കെ. ഇവിടെ ഒരു റൂം, ഇത് ഡാഡിയുടെ ഓഫീസ് റൂം, ഇത് മമ്മീൻ്റെ ഡാഡിയുടെ ബെഡ്റൂം, ഹാൾ, സിറ്റ് ഔട്ട് ആൻഡ് എവിടെ ഇത് വന്നിട്ട് അപ്പൂപ്പൻ്റെ റൂം. ഓക്കെ, നമുക്കിനി പുറത്തിറക്കാം. നോക്കാം. എല്ലാം പൂട്ടിയുണ്ട് ഗൈസ്. പെട്ടെന്നില്ല, റൈറ്റ് ഗൈസ്, അത് പൂട്ടിയിട്ടതല്ല, അത് ജാമായിരിക്കില്ല. എന്താ ഞാൻ കുറച്ച് ദിവസം കോഴിക്കോട് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്. ശരി, ഓ എന്ത് സുഖം. എത്ര നാളായി ഇതേപോലെയൊക്കെ വന്നു. ഇതൊക്കെ ഇതെൻ്റെ മമ്മിയുടെ കാട്. ഇന്നോടത്തോട്ട് കാണിച്ചറാട്ടോ. ഡാഡി എവിടെ പോയതറിയില്ല. ആ വേറൊരു സാധനം എന്താ, രാത്രി ലൈറ്റ് കത്തിക്കും. അപ്പം കാഴ്ച ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എനിക്ക് കൈ വേദനിക്കുന്നുണ്ട് എന്നെ പിടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇതൊക്കെയാണ് എൻ്റെ വീടും എൻ്റെ വീട്ടിലെ ചുറ്റുമുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ പണ്ട് ഇവിടെ ട്യൂഷൻ എടുത്തുകൊണ്ട് നോക്കുമായിരുന്നു. അപ്പം എന്നെ അറിയുന്നുള്ള കുറച്ച് പേർക്ക് അറിയാം. ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ ഇത് ട്യൂഷൻ ക്ലാസ് അടിച്ചുതരാം. അവിടെ ഇപ്പം ബെഞ്ചും ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിച്ച് പൊളിച്ചിട്ട് തോന്നും. ഇല്ലല്ല, എല്ലാം അടുക്കിപ്പറൊക്കെ ഇഷ്ടം. ഇനി പൂപ്പിയെ കഴിച്ചിടാം. ഇതാണ് പൂപ്പി. ഇവിടെ പോകുന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ പട്ടിപ്പോയി. എന്തല്ല ഓക്കെ. എൻ്റെ സെൽഫി സ്റ്റിക്ക് വന്നിട്ട് അകത്തായിരിക്കണം. അതിനിപ്പോൾ എടുക്കാൻ മടുപ്പാ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇതെൻ്റെ കാർ, നമ്മുടെ കാർ.
ഇവിടെ കിളികളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് കിളികൾ. കാണിച്ചു കേട്ടോ. ഞാൻ പോയിട്ട് ആ സെൽഫി സ്റ്റിക്ക് എടുക്കട്ടെ. നല്ലപോലെ കൈ വേദനിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ സെൽഫി സ്റ്റിക്ക് എടുത്തു. സെറ്റേ പോകാം. കൈ വേദനിക്കില്ല. കുറച്ച് ഇതാണ് പ്രശ്നം. സംസാരിക്കുമ്പോൾ ചുമ വരും. മൂക്കടന്നിരിക്കുകയാണ്. ചെറിയ പനിയുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എനിക്കത് ഇവിടുത്തെ ഡോക്ടറിനെ എനിക്ക് കാണിക്കണം. ഞാൻ കോഴിക്കോടാണ് കാണിച്ചത്. അപ്പോഴേക്കും അത് സെറ്റായില്ല, കുറഞ്ഞില്ല. എനിക്കത് ഇവിടുത്തെ ഡോക്ടറിനെ കാണിക്കണം. അപ്പം നമുക്ക് വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കിളികളല്ലേ കണ്ടുകൊണ്ടിരുന്നത്. കിളികളെ കാണിച്ചത്. അപ്പം എപ്പോഴും രാത്രി ആകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആവും കേട്ടോ. ഇത് കിളികളൊക്കെ ഭയങ്കര സ്ഥലം. എല്ലാവരും ഉറങ്ങും രാത്രി. എല്ലാവരും റെസ്റ്റ് ഇൻ പീസ്. അയ്യോ, റെസ്റ്റ് ഇൻ പീസ്. എല്ലാവരും ഉറങ്ങും. രാവിലെ ഒരു സൂര്യനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഓ, പിന്നെ അത് രാത്രി ലൈറ്റൊക്കെ പോകുന്നവരെ ഈ ഒരു അവസാനം ഉണ്ട്. ഗിനിക്കോഴിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ കണ്ടുപോവാ. ഒക്കെ നോക്കാം. അത് ഈ കിളികളൊക്കെ കാണാം. കോരുന്നത് കാണിച്ചാൽ അതാണ് കിളികൾ, കുഞ്ഞിക്കിളികൾ. എനിക്ക് ഇവരെ കാണുമ്പോൾ ഇവര് പിടിച്ചിട്ട് ആക്കാൻ തോന്നും. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞിൻ്റെ എന്താ കോഴി കൂടുതൽ ശല്യമായിരുന്നു. മറ്റേ വേറെ ടൈപ്പില്ലേ. എൻ്റെ ഫാദർ വന്നു. എൻ്റെ ഫാദർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങ് ബാക്കിൽ വിളയാട്ടോ. അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കാണിച്ചാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതാരാ കുറേ നേരം കൂടെ സംസാരിക്കുന്നേ എന്നുള്ള ഒച്ചപ്പാട് കേട്ടിട്ട് ഡാഡി വന്നതായിരുന്നു. അപ്പം അങ്ങോട്ട് നമുക്ക് പോവാം. ആദ്യം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലല്ലോ, കാണിച്ചു തരാം. ഇതോ അതാണ് എൻ്റെ ഡാഡി. വിളയിൽ എന്തോ ജോലിയായിട്ട് നിൽക്കുമായിരുന്നു. പൊട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോഴികൾ ശല്യം കേട്ടോ. ഒന്നും പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഞാൻ മാക്സിമം ഉറക്ക കിടന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് മുക്കറത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. അത്ര കുഞ്ഞാലും രസമാണ് കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ കളർ അടിച്ച് നിർത്തിയിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, അതിനെയും എനിക്കിതേപോലെ കാണുമ്പോൾ നല്ല കുരുകുരുകുരുമായിരിക്കാം. കാണുമ്പോൾ എനിക്കിതേപോലെ ചെയ്യാം. ഇത് വന്നിട്ട് ഇത് ഫിഞ്ചസ്, നമുക്കറിയായിരിക്കും. ഇത് ഫിഞ്ചസും ഇത് ലവ് ബേർഡ്. പക്ഷെ ഇത് ഒന്നേ ഉള്ളൂ അല്ലേ, ഒന്നേ ഉള്ളൂ. ദോ അത് മാത്രമേ ഉള്ളൂ. ഇതിൽ കാണാം. ഇതിലുണ്ട്. ഇത് ഫിഞ്ചസ് ആണല്ലോ. ഇതും ഫിഞ്ചസാണ്. അതൊക്കെ കോഴികളാണ്. പലതരം കോഴികൾ. ഇതൊക്കെ കോഴിയൊക്കെ ഡാഡിയും ഈ കിളികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ കാണിച്ചതല്ലേ, ഈ കിളികളൊക്കെ ഡാഡിയാണ് മെയിനായിട്ട് നോക്കുന്നത്. കോഴി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൂപ്പനും പങ്കുണ്ട്. അപ്പൂപ്പനും ഡാഡിയും കൂടി ഒരുമിച്ചാണ് നോക്കണം ഈ കോഴിയൊക്കെ. ഇതാണ് പലതരം കോഴികൾ. അതിനാണ് കില്ലാടി. അതുപോലെ ഇവിടെ ഒരു കുളമുണ്ട്. കാണാം. എന്താ കാണിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കങ്ങ് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. കുളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങാം. അയ്യോ, ഇറങ്ങാൻ പറ്റും ചെറുതായിട്ട്. കാണിച്ചാൽ ഇവിടെ ദൂരം നിന്ന് കാണിച്ചാൽ കേട്ടോ. അങ്ങ് ഇറങ്ങി കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇറങ്ങാം. റൈറ്റ്. എന്താ ഞാൻ അടുത്ത് വന്നപ്പോഴേക്കും മീനുകളെല്ലാം ഓടിപ്പോയി. ഇതെന്താ വാഴ മീന്.
ഇത് ഒരു കുളം, ഇനിയുണ്ട് കുളം. എല്ലാം വഴിയെ കാണാം. ഇതാണ് അടുത്ത കീ. ഡൗ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുറുകും. പലതരം ഡൗ ഇവിടെയുണ്ട്. ഇവിടെ കിരിപ്പുണ്ടോ. ഇതിനകത്ത് കുളിക്കാനായിട്ട് അതിന് പ്രത്യേകതരം ബാത്ത് ടബ്. ഇതൊക്കെ സൗകര്യങ്ങളാണ്. എനിക്ക് പോലും ഇത്ര സൗകര്യങ്ങളില്ല. ഓക്കെ, ഇനി ഇതൊക്കെ ഡാഡിയുടെ ഏരിയയാണ്. ഇനി മമ്മിയുടെ ഡാഡിയുടെ ഏരിയ അതൊക്കെ ചെടികളാണ്. മെയിനായിട്ട് അത് നോക്കുന്നത് മമ്മിയാണ് കേട്ടോ. മമ്മിക്ക് ഈ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം അപ്പം ഈ ചെടികളൊക്കെ ഫുള്ള് ഒക്കെ നോക്കുന്നത് മമ്മിയാണ്. എവിടെ കണ്ടാലും ചെടി വായിക്കും. കോഴിക്കോട് RPG ചെടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തോളൂ. എവിടെ കണ്ടാലും ചെടി വായിക്കും. ഇവിടെ അടുത്ത് കുഴിപ്പുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്. അവിടെ പോകുമ്പോഴും അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും. ഡാഡിയും മമ്മിയും കൂടെ പോയി കുറച്ച് ചെടി മേടിച്ചിട്ട് വരും. ഇവിടെയൊക്കെ ഫുള്ള് നമുക്കിനി ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. പ്ലാൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ താഴെ കുറേ ഉണ്ട്, ഇവിടെ പുറത്ത് മേലെയും കുറേ ഉണ്ട്. ഇവിടെ കുറേ അല്ല, താഴെ വയ്ക്കുന്ന പോലെ അത്ര ഇല്ല, എന്നാലും ഉണ്ട്, ചെടികളുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഇതിൽ പുറമേ. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. എന്താ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. എന്താ ചെടികളാണ്. നമ്മൾ സ്കൂളിൽ പോയേക്കാം. ഇനി വന്ന ശേഷം ഇതിനൊക്കെ നനയ്ക്കും, വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് നിർത്തും എൻ്റെ മാതാജി. അത് നമുക്ക് കാണണ്ടേ, വൈകിട്ടാവട്ടെ, കാണിച്ചു തരാവേ. ഇതിനെന്തോ പറയും, വെർട്ടിക്കൽ ഗാർഡൻ. യെസ്, വെർട്ടിക്കൽ ഗാർഡൻ. അവിടെയൊക്കെ ചെറിയ ചേക്ക മതില് ഗംഭീരം. സത്യം പറഞ്ഞ ഗൈസ്, എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ചെടിയെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ. ഇതൊക്കെ ഭയങ്കര പാടാണ്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അങ്ങനെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ അത് ചത്ത് കുഴഞ്ഞു പോകും. ഇതിനൊക്കെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഞാൻ ആകെപ്പാടെ ടേക്ക് കെയർ ചെയ്യുന്ന മണി പ്ലാന്റാ. ആ വെള്ളത്തിൽ ബുക്ക് വെച്ചാൽ മതിയല്ലോ, എപ്പോഴും വെള്ളം ഒഴിക്കുന്നതോ. ഇത് വെള്ളം കയറുന്ന തന്നെ വെള്ളം തോന്നും. ഇത് വേറെ കുത്തിക്കോളാം. ഇതിന് മീനുകളുണ്ട്. ഇവിടെ എന്താ ഈ ഒരു കുളം ഞാൻ പോയപ്പോൾ ഇല്ലായിരുന്നല്ലോ സംഭവം. എന്തൊക്കെ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചത് സാധനം ഉണ്ടോ. രാത്രിയാകുമ്പോൾ ലൈറ്റ്സ് അപ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല രസം. ഓക്കെ, ഇതാണ് എൻ്റെ വീട്. ഒരു ഫുൾ ലുക്ക്.